എയിംസിൻ്റെ ഓപ്പൺ റൗണ്ട് സീറ്റ് അലോക്കേഷൻ, അതായത് BSc നേഴ്സിങ്ങിൻ്റെ ഓപ്പൺ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ ആൻഡ് എക്സസൈസിങ് ഓഫ് ചോയ്സസ്. ഓപ്പൺ റൗണ്ടിൻ്റെ രജിസ്ട്രേഷനും ഓപ്പൺ റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ലിങ്ങും 14-ാം തീയതി വരെ ഉണ്ട്. ഈ മാസം 14-ാം തീയതി വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും. ഇനി ഓൾറെഡി സീറ്റ് കയ്യിലുള്ളവരാണെങ്കിൽ അവർ 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ് റിസൈൻ ചെയ്താലാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിച്ചാൽ 19-ാം തീയതി, സെപ്റ്റംബർ 19-ാം തീയതി റിസൾട്ട് വരും. ഇനി ഓൺലൈൻ സീറ്റ് ആക്സെപ്റ്റൻസും ഒറിജിനൽ ഡോക്യുമെൻറ്റുമായിട്ട് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുമൊക്കെ 20-ാം തീയതി തുടങ്ങി 25-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് അതിനുള്ള സമയം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. കാൻഡിഡേറ്റ്സ് ഹോൾഡിംഗ് എ സീറ്റ് ഇൻ പ്രീവിയസ് റൗണ്ട് ഓഫ് ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ ഈസ് നോട്ട് എലിജിബിൾ. നിലവിൽ നിങ്ങളുടെ കയ്യിലൊരു സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് ഈ 14-ാം തീയതിക്ക് മുമ്പ് റിസൈൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെ സീറ്റ് കിട്ടിയാൽ അത് എടുക്കുകയും ചെയ്യാം. ഇനി ഓൾറെഡി എയിംസിൻ്റെ എക്സാം നടത്തി ക്വാളിഫൈ ചെയ്യപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ പെട്ടവർക്ക് മാത്രമാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിന് ചെയ്യേണ്ടത് റിക്വയർഡ് ടു ലോഗിൻ ടു ദർ കാൻഡിഡേറ്റ് ഡാഷ്ബോർഡ്, അതായത് കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, എന്നിട്ട് ഓപ്പൺ റൗണ്ട് സീറ്റ് അലോക്കേഷനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈ പേജിൽ, കുട്ടികളുടെ മൈ പേജിൽ അത് കാണാം. അതിൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുത്ത് കയറുക. അതിലാണ് ഇത് ചെയ്യേണ്ടത്. സൈറ്റ് aimsexams.ac.in എന്നുള്ളതാണ്. ഇനി ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക, അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതിലൊരു ഫീ പേയ്മെൻ്റ് ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. ഇനി ഇതിൽ ശ്രദ്ധിക്കുക, ഒരു 25,000 രൂപ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടി വരും. അത് റീഫണ്ടബിൾ ആണ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ. അതായത് കാൻഡിഡേറ്റ്സ് ഓൾസോ അഡ്വൈസ് ടു മേക്ക് പേയ്മെൻറ്റ് ഫ്രം ഓൺ അക്കൗണ്ട്, സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് റീഫണ്ട് വരുമ്പോൾ ആ സെയിം അക്കൗണ്ടിലേക്കാണ് വരിക. അതുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇത് പേ ചെയ്യാൻ ശ്രദ്ധിക്കാം. ദെൻ കാൻഡിഡേറ്റ്സ് ക്യാൻ വ്യൂ ദ ചോയ്സസ് സബ്മിറ്റഡ് ആൻഡ് ലോക്ക്ഡ്. നിങ്ങൾ കൊടുത്ത ചോയ്സും ലോക്ക് ചെയ്ത ചോയ്സും ഒക്കെ നിങ്ങൾക്ക് ആ വ്യൂ ചോയ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാനും പറ്റും. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കാം. ഇനി ഫസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേയ്മെൻറ്റ് ചെയ്യാം. ആദ്യത്തെ രജിസ്ട്രേഷനിൽ നിങ്ങൾ ലോഗിൻ ID കയറി നിങ്ങൾ ചോയ്സസ് ഫില്ല് ചെയ്യുകയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, 25,000 രൂപ. ആദ്യ സ്റ്റെപ്പുകളിൽ രജിസ്റ്റർ ചെയ്യുകയും ഈ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്ത കുട്ടികൾക്ക് ചോയ്സ് ഫില്ലിങ് മാത്രം ചെയ്താൽ മതി, അവരെ പരിഗണിക്കും. ഇനി ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്നുവരെയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സെപ്റ്റംബർ 14-ാം തീയതി വരെയാണ്. ഓക്കെ. ഇനി സ്റ്റെപ്പ് നമ്പർ 4 നോക്കുക. കാൻഡിഡേറ്റ്സ് വിൽ ബി മാൻഡേറ്ററിലി റിക്വയർഡ് ടു ആക്സെപ്റ്റ് ദ സീറ്റ് അലോക്കേറ്റഡ്. അലോട്ട് ചെയ്ത സീറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം. എന്നിട്ട് ആ പർട്ടിക്കുലർ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയും വേണം. അത് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറയാം. ഇനി കാൻഡിഡേറ്റ്സ് ഹു ഫെയിൽ ടു റിപ്പോർട്ട്, നിങ്ങൾക്കൊരു സീറ്റ് അലോട്ട് ചെയ്തു, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ അടച്ച 25,000 രൂപ നഷ്ടപ്പെടും, റീഫണ്ട് വരില്ല. ദെൻ അടുത്തത് നോക്കുക, വേക്കൻസീസ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ എൻഡിൽ അത് കാണിക്കാം. ഇനിയും വേക്കൻസി വന്നാൽ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. റാങ്ക് ലിസ്റ്റിനനുസരിച്ച് മാത്രമാണ് അലോട്ട്മെൻറ്റ് നടക്കുക. ദെൻ ദ കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് ടു രജിസ്റ്റർ ദംസെൽസ് ഓൺലൈൻ ഇൻ എയിം സൈറ്റ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സൈറ്റിലൂടെ നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്താലേ നിങ്ങളെ ഈ റൗണ്ടിൽ പരിഗണിക്കൂ. ഓക്കെ. എന്നിട്ട് 25,000 രൂപ അടച്ചിട്ടും ഉണ്ടാവണം. ഇനി അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ, ഒന്ന് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ എയിംസ്, അന്ന് നിങ്ങൾ എക്സാമിന് വേണ്ടി ഉപയോഗിച്ച അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. ഓപ്പൺ റൗണ്ടിൻ്റെ രജിസ്ട്രേഷൻ സ്ലിപ്പ്, ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഈ സ്ലിപ്പ് ഉണ്ടാവണം. നിങ്ങൾക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓഫർ ലെറ്ററും സീറ്റ് അലോക്കേഷൻ ലെറ്ററും ഉണ്ടാവണം. 10th പാസ് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന, രണ്ടും ഒന്ന് തന്നെയാണ്, അത് ഉപയോഗിക്കാം. പിന്നെ +2 സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. +2ൻ്റെ മാർക്ക് ഷീറ്റ് ഉണ്ടാവണം. അതുകൂടാതെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. SC, ST, OBC, EWS കാൻഡിഡേറ്റ്സ് താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്ത വാലിഡ് ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ OBCയുടെ NCL സർട്ടിഫിക്കറ്റ്, ഇതും ഉണ്ടായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ. ഇനി സീറ്റ് വേക്കൻസി നോക്കുക. സീറ്റ് വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഏകദേശം 135, 18ഓളം എയിംസിലായിട്ട് 135 സീറ്റ്, OBCക്ക് 66 സീറ്റ്, SCക്ക് 41 സീറ്റ്, STക്ക് 23 സീറ്റ്, EWSന് 10 സീറ്റ്, അങ്ങനെ 275 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ഞാൻ ഓരോ കോളേജിൻ്റെയും ഡീറ്റെയിൽ പറയുന്നില്ല, നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്താൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്താൽ കാണാം. ഇത്രയും കോളേജിലായിട്ട് 275 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 275ഓളം BSc നേഴ്സിങ്ങിൻ്റെ സീറ്റാണ് ബാക്കിയുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ബാക്കി ഡീറ്റെയിൽ വാട്സപ്പ് വഴി, കമ്മ്യൂണിറ്റി വഴി എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.